You push, I stay like a dance we know. Fire in your eyes, but your heart won't show. You wear your walls like a second skin. A love like ours was never meant to hide within. I see the truth behind your disguise, a love unspoken but burning inside. No need for words, no need for lies. One day you'll stand by my side. Secret husband, my only vow, loving you in whispers but I want it out loud. Secret husband, lost in the night, but love like this should live in the light. Secret husband, fate intertwined, bound to your soul though the world stays blind. Secret husband, no need to pretend, you'll be in my arms at the story's end. പണ്ടാര തലവേദന. ബട്ട് വെയിറ്റ്, ഇന്നലെ ഞാൻ ആരുടെയോ നകുലേ നീ എഴുന്നേറ്റോ? എടാ, ഇന്നലെ ഞാൻ ആരുടെയോ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. പേരോ? എന്ത് പേര്? ആ ഹെഡേക്ക് ഇൻസിഡന്റ് വന്നപ്പോ. ഞാനൊന്നും കേട്ടില്ല. നിന്നെ കൊണ്ട് പിന്നെ എന്ത് മോനെ വേണ്ട കേട്ടോ. ഫുഡ് ഉണ്ടാക്കിയോ? ഇല്ല, ഉണ്ടാക്കണം. പിന്നെ ഇന്നൊരു ഗസ്റ്റ് ഇവിടെ വരും പറഞ്ഞു. ആണോ? സോ നീ അവര് വന്ന കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വെച്ചിട്ടാ. ഓക്കെ, വന്നോന്നാ തോന്നുന്നേ. ഞാൻ പോയിട്ട് ഈ സമയം കൊണ്ട് കുളിക്കട്ടെ. ആടാ. ഹലോ അക്ഷതേട്ടാ. സുഖല്ലേ? സുഖം, കേറി വാ. നിന്റെ റൂംമേറ്റ് ഇല്ലേ? അത് അവനിപ്പോ കുളിക്കാൻ പോയേക്കോ. വരാൻ ലേറ്റ് ആവോ? അവൻ കേറിയ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാ മതി. നകുലിനെ ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. നീ ഇന്നലെ പത്മയെ മീറ്റ് ചെയ്തല്ലേ? പത്മ? മിസ് പാൻ. അത് അക്ഷതേട്ടന്. ഇപ്പോ നിനക്ക് നിന്റെ റൂംമേറ്റ് മാനവല്ലാന്ന് മനസ്സിലാക്കണം അല്ലേ? അക്ഷതേട്ടൻ ഇതെങ്ങനെ? അല്ല, എന്റെ റൂംമേറ്റിന്റെ കാര്യം. കുറച്ച് കഥകൾ അതിന് പിന്നിലുണ്ട്. അക്ഷത് കഴിഞ്ഞ കഥകളൊക്കെ നകുലിന് പറഞ്ഞു കൊടുത്തു. അപ്പോ ജിതൻ 18 വയസ്സായപ്പോ കല്യാണം കഴിച്ചു. വംശി 8 കൊല്ലമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതെ, പക്ഷെ ഏറ്റവും വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചാല് ആകെ 6 മാസം മാത്രമേ അവര് കൂടെ നിന്നിട്ടുള്ളൂ. 8 കൊല്ലത്തെ വിവാഹബന്ധം. പക്ഷെ 6 മാസമേ അവർ ഒന്നിച്ചു കഴിഞ്ഞുള്ളൂ. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, എന്താ അതിനുശേഷം പറ്റിയത്? ആ പെണ്ണിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചേ? പറയാം. അന്നത്തെ ദിവസത്തിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞായിരുന്നു ജിത്തുവിന് എക്സാം. ജിത്തു ഒറ്റയ്ക്കും തേജുവിന്റെ കൂടെ നിന്നുമൊക്കെ കുറെ കഷ്ടപ്പെട്ട് പഠിച്ചു. അങ്ങനെ എക്സാമിന്റെ അവസാന ദിവസം. Shutter speed controls motion, fast shutter speed freeze action and slow speeds creates motion blur. Shutter speed പുല്ല് പേടിയാവുന്നു. ഇറ്റ്സ് ഓക്കെ ബേബി, അധികം പ്രഷറൈസ് ആയി ഫീൽ ചെയ്യണ്ട. നിനക്ക് അറിയാവുന്നതൊക്കെ എഴുതിയാൽ മതി. ഏറ്റവും ടഫ് സബ്ജക്റ്റാ, എനിക്ക് അറിഞ്ഞൂടാ. നീ ജയിക്കും, അതെനിക്ക് ഉറപ്പാ. ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. താങ്ക് യു. പ്രതീക്ഷിച്ചാലും ഈസി ആയിരുന്നു. അറിയാവുന്നതൊക്കെ നല്ലോണം എഴുതി. ഗുഡ് ബൈ. എക്സാം കഴിഞ്ഞ സന്തോഷത്തിന് ലെറ്റ്സ് ഗോ ഫോർ an ഐസ്ക്രീം. പിന്നെ 2 മാസം വെക്കേഷൻ. അവർ പല രാജ്യങ്ങളിലും ട്രിപ്പിന് പോയി ആഘോഷിച്ചു. ഇതിനിടയിൽ പലപ്പോഴും അവർ തമ്മിൽ എത്രയോ വഴക്കുകളും അടിയുമുണ്ട്.
പക്ഷെ അവർ തന്നെ അത് സോൾവ് ചെയ്തു. കുക്കി, ആ ഇത് നീ കയ്യിൽ വെക്ക. എന്താ ഇത്? ഇത് ഒരു വേസ്റ്റ്. ഇതെനിക്കെന്തിനാ? ഞാനതിന് പെണ്ണൊന്നും അല്ലല്ലോ. പെൺകുട്ടികളെ പോലും തോൽക്കുന്ന ബോഡിയാണ് നിനക്കുള്ളത്. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ ദീസ് വേസ്റ്റ് തിങ്സ് ആർ ഗോണ ഗെറ്റ് ഓവർ യുവർ വേസ്റ്റ്. തന്റെ ചാട്ട അത്ര ശരിയല്ല, എന്നാലും കുഴപ്പമില്ല, എനിക്ക് കണ്ടു സുഖിക്കാലോ. അപ്പൊ എനിക്കോ? ഇങ്ങ് വന്നേ. ഏ, ഇങ്ങ് വാ ഹബി. ഹപ്പിയോ? എന്റെ വേസ്റ്റ് ചെയിൻ കാണണ്ടേ, അതും ഈ വേസ്റ്റിൽ കിടക്കുമ്പോ. തേജു കുറച്ചു നല്ലവണ്ണം അവനിലേക്ക് നടന്നെടുത്തു. പതിയെ അവന്റെ ഇടുപ്പ് തേജു കയ്യേറി. Yes, baby. I will be worshipping those waste. നിനക്കൊരു കാര്യം അറിയോ? നീ ഈ ആകാശം കണ്ടോ? എന്താ? എന്ത് ഭംഗിയല്ലേ? ശരിയാ. ആ, എന്നാ അത് നോക്കിയിരുന്നോ. അയ്യ, പിന്നെ എന്നാ പറയണം, എന്റെ ഇടുപ്പ് കാണാൻ വന്നേക്കുന്നു. പോടോ പാപ്പ. ഒന്നും പറയാനറിയാതെ തേജു അവിടെ വിജൃംഭിച്ചു നിന്നു. 5 ദിവസങ്ങൾക്ക് ശേഷം ജിത്തു അവന്റെ ഇമെയിൽസ് ചെക്ക് ചെയ്യുമായിരുന്നു. അവന് അവന്റെ പ്രോപ്പർട്ടീസിന്റെ ഇൻകം ചെക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഇമെയിൽ ആയിരുന്നു അത്. പക്ഷെ ഒരു അനോണിമസ് അഡ്രസ്സിൽ നിന്നും അവന് മെയിൽ കിട്ടി. ജിത്തു ആ മെയിൽ നോക്കാൻ ചാറ്റ് തുറന്നു. പക്ഷെ കിട്ടിയത് ഒരു കൂട്ടം ഫോട്ടോസ് ആയിരുന്നു. അത് തേജുവും ജെനിയും കൂടെയുള്ള പിക്സ് ആയിരുന്നു. ചിലത് ഹഗ് ചെയ്യുന്നു, ചിലതിൽ കൈ പിടിക്കുന്നു, അതിലൊരെണ്ണം അവർ കിസ് ചെയ്യുന്നത് പോലുള്ള പിക്കും അവന് കിട്ടി. ഇത് സഹിക്കാനാവാതെ ജിത്തു കണ്ടതനം വലിച്ചെറിയുവാൻ തുടങ്ങി. അലറി കരയാനും തുടങ്ങി. ഇത് കേട്ട് ജാനറ്റ് ഓടി വന്നു. കുഞ്ഞെ കുഞ്ഞെ എന്തായി കാണിക്കുന്നേ? ഒന്നുമില്ല ജാനറ്റ്, നിങ്ങളുടെ വലിയ കുഞ്ഞിന്റെ തനിക്കോളം അറിഞ്ഞതാ. കണ്ടോ അയാൾ എന്നെ കാട്ടിക്കൂട്ടിയേക്കുന്നെന്ന്? ദൈവമേ, ഞാൻ ഇറങ്ങുക ജാനറ്റ്. സേഫ് അല്ല. അതൊന്നും എനിക്കറിയണ്ട ജാനറ്റ്, ഞാൻ പോവാ. ജിത്തു അവൻ കണ്ണിൽ കണ്ടതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ വിട്ടിറങ്ങി. അത് കണ്ട ഏതോ ബോഡികൾ തേജുവിനെ വിളിച്ചറിയിച്ചു. തേജു ഓഫീസിൽ നിന്നും ജിത്തുവില്ലാത്ത ആ വീട്ടിലേക്ക് എത്തി. എന്താ ജാനറ്റ് സംഭവിച്ചത്? കുഞ്ഞത് ആ കമ്പ്യൂട്ടറിൽ ചെറിയ കുഞ്ഞിന് എന്തൊക്കെയോ ഫോട്ടോസ് കിട്ടി. അത് കണ്ടപ്പോഴേക്കും എല്ലാം വലിച്ചെറിഞ്ഞ് കുഞ്ഞിറങ്ങിപ്പോയി. വാട്ട്? നിങ്ങൾക്ക് തടയാൻ പറ്റില്ലായിരുന്നോ? ഞാൻ എങ്ങനെ തടയാനാ കുഞ്ഞ്? ലീവ് ഇറ്റ്. അവൻ നേത്തിക്കനെ കോൾ ചെയ്തു. ഹലോ ഏട്ടാ, അവൻ വീണ്ടും ഇറങ്ങിപ്പോയി. എന്ത് പറ്റി? എനിക്കറിയില്ല, എന്തോ പിക്സ് ഒക്കെ കണ്ടിട്ടെന്നാ പറയുന്നത്. പിക്സ് കണ്ടിറങ്ങി പോവാണേല് ആ പിക്സ് ഏതാ? ഇവൻ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതൊറ്റ കാര്യമേ ഉള്ളൂ. തേജു, നീ ആദ്യം പിക്സ് ഏതാന്ന് ചെക്ക്. ജാനറ്റ്, ആ അവൻ നിങ്ങൾക്ക് കാണിച്ചു എന്നൊക്കെയല്ലേ പറയുന്നേ? എന്താ കാണിച്ചേ? എങ്ങനെയാ കാണിച്ചേ? ഈ കമ്പ്യൂട്ടറിന്റെ മോനെ മെയില് വന്നതാണെന്ന് തോന്നുന്നു. തേജു അത് ചെക്ക് ചെയ്തു. താനും ജെനിയും വളരെ ചോദ്യപ്പെട്ടേക്കാവുന്ന രീതിയിലുള്ള ഫോട്ടോസ്. അതിന്റെ ഇടയിൽ ഒരു കിസ് പിക്ക്. ഇതൊക്കെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ്. ഹലോ നേറ്റിക്കേട്ടാ? ആടാ, ലൈനിലുണ്ട്. എങ്ങനത്തെ പിക്സ്? ഏട്ടൻ പറഞ്ഞ ശരിയാ, ഞാൻ പോലും ഇതുവരെ ചെയ്യാത്ത പിക്സ് ഒക്കെയാ. എല്ലാം ജെനിയുടെ കൂടെയുള്ളത്. ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഇനി എന്താ ഏട്ടാ ചെയ്യാ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ കാമാവ്. അവന് തെറ്റ് പറയാൻ പറ്റുമോ? ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം കുടിപ്പിക്കാം. ശരി, ഞാൻ വിളിക്കാട്ടാ. തേജു പിന്നീട് എറിക്കിനെ വിളിച്ചു. ഹലോ എറിക്, ഞാനൊരു ഇമെയിൽ അഡ്രസ് അയക്കാം. ട്രാക്ക് ദം റൈറ്റ് നൗ. സാറ് ഡീറ്റെയിൽസ് എത്തിയിട്ടുണ്ട്. ഒരു അഡ്രസ് ആണ്. പാസ് മീ ദാറ്റ് അഡ്രസ്. ഞാൻ അവിടെ പോവാം. ഓൾസോ യു ഷുഡ് കം. തേജു ആ അഡ്രസ്സിലേക്ക് പോയി. സ്ഥലം ഒരു സൈബർ കഫേ ആയിരുന്നു. നമസ്കാരം സാർ, എന്തായിരുന്നു? ഇവിടെ നിന്ന് നമുക്കൊരു അനോണിമസ് മെയിൽ കിട്ടി. സോ അത് അയച്ചത് ആരാന്ന് ത്രെറ്റ് ചെയ്യാനാണ്. അയ്യോ സാറേ, സാറന്മാർ വേണേൽ CCTVയും PCസും ചെക്ക് ചെയ്ത് നോക്കിക്കോ. എനിക്കറിയാൻ പാടില്ല. Guards, check all of it. Also, one part CCTV check ചെയ്യണം. It should be the time when I receive the message. Okay? ഓക്കെ സാർ. ഏതാനും ഒരു മണിക്കൂറിന് ശേഷം സാർ, ഇവിടെ നിന്നും ആ പിക്സ് കിട്ടിയിട്ടുണ്ട്. ബട്ട് മെയിൽ ലോഗൗട്ട് ആയിരിക്കുക. Guards, cabin 9 ആ ടൈമിൽ ആരായിരുന്നു ചെക്ക് ചെയ്യും. Let me see it. അത് ചെക്ക് ചെയ്തപ്പോൾ നമുക്കറിയാം ആ സത്യം.
പക്ഷെ തേജു ആ സത്യം മനസ്സിലാക്കുന്നത് അന്നേരമാണ്. ജെനി അവളോ? How could she? Oh, damn it. എനിക്ക് നേരെ അവളുടെ വീട്ടിലേക്ക് വണ്ടി എടുക്കാം, ഫാസ്റ്റ്. അങ്ങനെ ജെനിയുടെ വീട്ടിലേക്ക് കാറ് കുതിച്ചു. അവരുടെ അമ്മൂമ്മക്ക് വായു ഗുളിക വാങ്ങിക്കാൻ വെച്ചു. ചേട്ടാ, ചേട്ടാ എന്താ ഇവിടെ? അമ്മൂമ്മയുടെ ബാക്കി കൂടി പറ. ചേട്ടാ, മതി. ഇന്നലെ ചിത്തന്റെ, എന്റെ ഭർത്താവിന്റെ ഇമെയിലിലേക്ക് ഈ പിക്സ് ഒക്കെ ആരാ മെയിൽ ചെയ്തേ? അത് ഞാനല്ല ചേട്ടാ. How can I, ചേട്ടാ? I saw you as my brother. അത് വല്ല ഷിപ്പേഴ്സും ആയിരിക്കും. ആരൊക്കെ ഷിപ്പേഴ്സ്? നീ പൊട്ടത്തെ കളിക്കുക. ജെനി ജെയിംസ് വർഗീസ്, നിനക്ക് ഞാൻ ഒന്നുകൂടി ഒരു അവസരം തരാം. സത്യം പറ, ഇതാരാ അയച്ചത്? ഞാൻ അല്ല ചേട്ടാ. ചേട്ടൻ എന്നെ വിശ്വാസമില്ലേ? കൊള്ളാം, നല്ല അസലായിട്ടുണ്ട് അഭിനയം. പുന്നര മോളെ, പെങ്ങളെ പോലെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് തോഴ്ന്നു നിന്നപ്പോ do you really think I'm kidding? You bloody shit. താഴെ ഇറക്ക്, അവളെ നീ മരിച്ചു പോകും. ചാവട്ടടാ, അവള് സത്യം പറയാതെ ചാവുന്നെങ്കിൽ ചാവട്ടെ. പറയടി, എന്റെ ചെക്കിനെ എന്നെ പിരിക്കാൻ വേണ്ടി പിക്സ് ഒക്കെ ഫോട്ടോഷോപ്പ് ചെയ്ത് മോർഫ് ചെയ്ത് വെച്ച് നാണമുണ്ടോ? പിന്നെ ഞാനെങ്ങനെ എന്റെ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്ന പറ. 4 കൊല്ലം ഏതൊക്കെ എങ്ങനെയൊക്കെ തരത്തിൽ കളിച്ചെന്ന് എനിക്ക് തന്നെ അറിയാം. ജെനി, പെങ്ങളെ പോലെയല്ല, അനിയത്തിയായ ഞാൻ നിന്നെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ആര് പറഞ്ഞു ഞാൻ നിങ്ങൾ അനിയത്തിയെന്ന്? നിങ്ങളായിട്ട് തീരുമാനിച്ചു വെച്ചതല്ലേ? നിങ്ങൾ എന്റെ സൈഡ് ഒന്ന് കേൾക്കാൻ നോക്കിയോ? ഇല്ലല്ലോ. ഐ ലവ് യു ചേട്ടാ. അനിയത്തി എന്ന രീതിയിലല്ല, ഒരു പെണ്ണെന്ന രീതിയിൽ നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഞാൻ എന്റെ ബോഡി ഇനി മിണ്ടരുത്. എനിക്ക് അവൻ പറഞ്ഞത് ശരിയാണ്. ഞാനാണ് ഈ പാമ്പിന് പാല് കൊടുത്തോണ്ടിരുന്നത്. നീ ഇനി എത്ര കൂത്താളി എന്റെ മുന്നിൽ വന്നാലും ചിത്തൻ വംശിയുടെ കാലിന്റെ ചുവട്ടിൽ പോലും നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. നീ അവനോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി വാ തുറന്നാ മതി, അല്ലെ നീ ഇതുവരെ കാണാത്ത തേജസിന്റെ മുഖം നീ കാണും. ഇല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതിന് എന്തിന് ഞാൻ ആ ചെറ്റിയോട് മാപ്പ് പറയണം? ഈ തന്നെ 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തതിന്. 2, അവന് നീ വേണ്ടാത്ത വാക്കുകൾ വെച്ച് വിളിച്ചതിന്. നേരത്തെ തന്നത് വേണ്ടാത്ത കാര്യമൊക്കെ അവന് അയച്ചതിന്. ഇനി നീ ഇമാതിരി പണി ഒപ്പിച്ചെന്ന് ഞാൻ അറിയാം. ഈ വംശി നിന്നെ ഇഞ്ചിഞ്ചായിരിക്കും. നീ ഇപ്പോ എന്റെ കൂടെ വന്ന് അവനോട് സോറി പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ ഇട്ട് പൊള്ളിച്ച് കൊല്ലും മോളെ. ജീവനെ കൊതിണ്ടേ, നീ വാ. എന്നിട്ട് അവളെ വലിച്ച് കാറിൽ കയറ്റി. ചിത്തു അവന്റെ സ്വന്തം വീട്ടിലാണെന്നുള്ള കാര്യം നേരത്തേക്കിൽ നിന്ന് തേജു മനസ്സിലാക്കി. എവിടെ അവനെവിടെ? കുക്കി കുക്കി ആരാ ഈ നേരത്ത്? എന്താ നിങ്ങളെന്താ? ഇനി ഞാനായിട്ട് പറയിപ്പിക്കണം അല്ലെ നീയായിട്ട് പറയുന്നു? സോറി, ഞാനാ വേണം മോഫ്റ്റ് പിക്സ് ഒക്കെ നിനക്ക് അയച്ചത്. എനിക്ക് ചേട്ടന് നിന്റെ കൂടെ നടക്കുന്ന കണ്ട് ഇഷ്ടപ്പെടാത്ത
ഇതൊക്കെ ചെയ്ത്. I'm sorry. ഇറ്റ്സ് ഓക്കെ. What the fuck is this, തേജസ്? എനിക്ക് ഇങ്ങനെ കരച്ചിലും വിളിച്ചിട്ടും എല്ലാവരോടൊന്ന് പോവാൻ പറഞ്ഞേ. എറിക്, നീ അവളെ കൊണ്ടുവിട്ടേക്ക്. എവരിബഡി ഗെറ്റ് ഔട്ട്. എല്ലാവരും അവിടെ നിന്ന് പോയി. ഇപ്പൊ മനസ്സിലായല്ലോ കുക്കി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിന് ഞാനെന്ത് വേണം? നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവളുമായുള്ള ഈ ബന്ധം വേണ്ടെന്ന്. അന്ന് നിങ്ങൾ എന്നെ വൃത്തികെട്ട ചിന്തയുള്ളവനാക്കി. എനിക്ക് നാണമില്ല അല്ലേ? ഇപ്പൊ കണ്ടു എന്തായിന്ന്. കുക്കി ബേബി, ഐ ആം സോ സോറി. ഞാൻ ഇങ്ങനെയൊക്കെ ഇതാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പ്ലീസ് ഫോർഗീവ് മീ. സമയം എടുക്കുന്നേ. നിങ്ങൾ എപ്പോഴും നമ്മൾ തമ്മിലുള്ള ട്രസ്റ്റ് ബോണ്ടിന്റെ ശക്തി കളഞ്ഞു കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിർത്ത്. സമയം എടുക്കും. നിനക്ക് എന്താ വേണ്ടത്? ആ ഡിവോഴ്സ് അല്ലേ? ഞാനങ്ങത് തന്നേക്കാം. ഇത്രയും കാലം നിന്നെ വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചത് ഒരിത്തിരി സ്നേഹം മനസ്സിലും കണ്ണിലും ഞാൻ കണ്ടതുകൊണ്ടാ. മടുത്തെനിക്ക്. ഇവളും നീയും എല്ലാവരും കൂടിയിട്ട് മടുത്തു. പറയണേ ഡൈവോഴ്സോ? എന്താ നീ അതിനു വേണ്ടിയില്ല കഴിഞ്ഞ 6 മാസം കാത്തു നിന്നത്? തന്നേക്കാം. ഈ വാക്കുകൾ ജിത്തുവിന് ഒരു ഭാഗത്തെ വേദനിപ്പിച്ചെങ്കിലും അവനത് പുറമെ കാണിച്ചില്ല. ഡൈവോഴ്സ് അല്ലേ? ഓക്കെ, ഞാൻ സ്പേസ് ചോദിച്ചത് നിങ്ങൾക്ക് ഡൈവോഴ്സ് ആയിട്ട് തോന്നിപ്പിച്ചിട്ടുണ്ട്. അയക്കോ, പൊക്കോ. ഇറങ്ങിപ്പോകാൻ. തേജു ആ വീട്ടിൽ നിന്നും പോയി. എന്തിനാ ദൈവമേ എനിക്കിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ തരണേ? എനിക്ക് മടുത്ത്. അമ്മയെ കൊണ്ട് അച്ഛനെ കൊണ്ട്. പിറ്റേ ദിവസം അങ്ങനെ കടന്നുപോയി. അന്ന് രാത്രി നേരത്ത് പ്രണവോ എന്താ ഇവിടെ? ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ ജീവു? നീ ഇങ്ങോട്ടേക്ക് മാറിയെന്നറിഞ്ഞ് വന്നതാ. എന്തായിരുന്നു? Nothing. എന്റെ ഹൈസ്കൂളിലെ ഫേവറേറ്റ് ജൂനിയറിനെ എനിക്ക് കാണാൻ വന്നു അവിടെ. ഞാൻ ചായ ഉണ്ടാക്കാം. 5 മിനിറ്റിന് ശേഷം പ്രണവിന് അവനും വേണ്ടിയുള്ള ചായയുമായി ജിത്തു വന്നു. ചായ? താങ്ക് യു. ജിലു, ഒരു ടിഷ്യൂ കേട്ടോ. ദേഹമാകെ വേർത്തതുകൊണ്ട്. ഇതാ. താങ്ക് യു. പ്രണവ് ചായ കുടിച്ചു. അന്നും ഇന്നും നിന്റെ കൈപുണ്യത്തിന് ഒരു മാറ്റമില്ല. അന്നും പണ്ട് ഞാൻ ഇവിടെ വന്നത് ഓർക്കുന്നില്ലേ? ഇല്ല. അന്ന് നിന്റെ അച്ഛന് ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു. Sorry Pranav, I'm not comfortable to have this conversation. It's okay, quite reasonable. നിനക്കറിയോ ജോ, നിന്നെ കാണാൻ നല്ല ഭംഗിയാ. What? ആ വലിയ കണ്ണുകളും നീണ്ട മൂക്കും ഈ ചുവന്ന തുടുത്ത ചുണ്ടും കടിച്ച് പറിക്കാൻ തോന്നുന്നു. പിന്നെ നിന്റെ ശരീരം, പ്രത്യേകിച്ച് നിന്റെ ചെസ്റ്റ് പാർട്ട് എത്ര വട്ട എന്നറിയാതെ നീ ഒന്ന് പിടിച്ചെനിക്കൊന്ന് സുഖിക്കാൻ കൊതിക്കുന്നു. The fuck are you talking, Pranav? ഇറങ്ങിപ്പോ. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. നിന്റെ കാലുകൾ, പ്രത്യേകിച്ച് ആ തൈസ്, അതിന്റെ ഇടയിലേക്ക് എന്റെ കൈ വെച്ചൊന്ന് പിടിക്കാൻ നോക്കുകയാണ്. Fuck you asshole. Get out of my place. അല്ലെങ്കിൽ ആര് വരും നിന്നെ രക്ഷിക്കാൻ? എന്നെ ആര് രക്ഷിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഞാൻ മതി. എന്നിട്ട് പ്രണവിന്റെ മൂക്കിനിട്ട് ജിത്തു ഒന്ന് കൊടുത്തു. എന്നിട്ട് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവനെ എന്തോ തളർത്തുന്നത് പോലെ തോന്നി. പുന്നാര മോനെ, എന്നെ ഇവിടെ അടിച്ചിട്ട് നിനക്ക് ഓടിപ്പോവാന്ന് വിചാരിച്ചോ? ഓടിപ്പോവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ നിന്റെ ചായയിൽ ഞാൻ ഡ്രഗ്സ് മിസ് ചെയ്ത്. നിന്നെ ഓർത്ത് 4 കൊല്ലമായി ഈ പ്രവണവ് രാത്രിയൊക്കെ വെളുപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് നിന്റെ മേലെ തെറിപ്പിക്കാൻ എനിക്കറിയാടാ. അത് കഴിഞ്ഞ്
നിന്നെ അങ്ങ് ഉപയോഗിച്ചതാ നീ കിടക്കുന്ന കാർപ്പറ്റിന്റെ പോലും വിലയില്ലാതാകുമ്പോ നല്ല വിലക്ക് നിന്നെ ഞാനങ്ങ് വിൽക്കും. ബാക്കിയുള്ളവരും നിന്നൊന്ന് ആസ്വദിക്കട്ടെ അല്ലേ? അതിപ്പോ നന്മ ചെയ്യാൻ എനിക്ക് പണ്ടേ നല്ല താല്പര്യം. പൊന്നാര പൂര് മോനെ, നിന്റെ തന്തയും നിന്റെ തന്തയുടെ തന്തയും വിചാരിച്ചാൽ പോലും അത് നടക്കാൻ പോണ്ട. യു can try but you'll fucking fail every single time. രണ്ടടിയുടെ കുറവ് നിനക്ക് അന്നേണ്ട്. ഇപ്പൊ നീ ഉറങ്ങ, സുഖമായിട്ടിറങ്ങ. നിന്റെ മറ്റവനെ കൺവെട്ടത്തെ പോലും നിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോണില്ല. ഹാവ് എ ഗുഡ് സ്ലീപ് ചേതൻ. അയാള് വരും, എന്നെ അയാളെ കൊണ്ടു. ഇനി ഒന്നും നിനക്ക് ചെയ്യാനാവില്ല. ഞാനിതെവിടെയാ? നരകത്തിൽ.